ഇപ്പം മഴ തോന്നിട്ട് മീൻ വെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അച്ഛാണ് ഈ മഴയത്ത് മേടിച്ചോണ്ട് വന്ന മീനാവട്ടെ കണുമ്പും പൂമീനും വെട്ടാൻ ഒട്ടും പാടില്ലാത്ത മീൻ. അമ്മച്ചിക്ക് ഇതൊന്നും ഒന്നുമല്ല, അമ്മച്ചിയാ സാധാരണ മീൻ വെട്ടുന്നത്. പക്ഷേങ്കിൽ അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് ആ പണി ഞാനിങ്ങ് ഏറ്റെടുത്ത്. അതിൻ്റെ കോപ്രായം നിങ്ങളിപ്പം കാണുന്നത്. സാധാരണയായി മഴയുള്ള സമയത്ത് മീൻ വെട്ടുന്നത് അടുക്കളയിൽ നിന്നോണ്ടാ, ചെറിയ മീനൊക്കെ. പക്ഷേങ്കിൽ ഈ വലിയ മീൻ അടുക്കളയിൽ നിന്ന് വെട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും. അടുക്കള മൊത്തം ഈ ചെതുമ്പല് കൊണ്ടൊരു പൂക്കളം ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ രണ്ടിനെ എടുത്തുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി. പിന്നെ മുറ്റത്തിരുന്ന് വെട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാലേ മഴ ചാറുന്നത് കൊണ്ട് മണ്ണെല്ലാം ദേഹത്ത് തെറിക്കും. അതുകൊണ്ട് തുണി കഴുകുന്ന കല്ലങ്ങെടുത്ത്, തുണി കഴുകുന്ന കല്ലേ നമ്മൾ മീൻ വെട്ടിയാലുവേ വെട്ടിക്കഴിയുമ്പം തേച്ച് കഴിയങ്ങ് ഇട്ടാൽ മതിയല്ലോ. പോരാത്തതിന് മഴയും പെയ്തുകൊണ്ടേ ഇരിക്കും. അന്നേരം പിന്നെ തീരെ പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതിനെ രണ്ടിനെ ഞാനവിടെ കൊണ്ടുവന്ന് വെട്ടാനാ. ഞാൻ ആദ്യമായിട്ടാണ് പൂമീൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഇച്ചിരി വലിയ പൂമീൻ. ഈ പൂമീൻ ചെതുമ്പാനായിരുന്നു ഒടുക്കത്തെ പാട്. കാണുമ്പം ചെതുമ്പി എടുക്കാൻ പാടായിരുന്നു, പക്ഷെ അതിനേക്കായി പാടായിരുന്നു ഈ പൂമീന്. ഇതിന് നല്ല മുള്ളുള്ള മീനാട്ടോ, പക്ഷേ നല്ല രുചിയാണ്. അച്ഛ പറഞ്ഞതാ മീൻ ഇന്ന് എടുക്കണ്ട, മഴയില്ലേ, വെട്ടാനൊക്കെ പാടാ, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊരു നാളെ എടുക്കാം. ഞാൻ പറഞ്ഞു ഓ വേണ്ട, ഞാൻ ഇപ്പം തന്നെ വെട്ടിക്കോളാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. മഴയും കൂടെ ആയതുകൊണ്ട് ആ ഒരു ഉത്സാഹത്തിലങ്ങ് ഇറങ്ങി. മഴയും നനഞ്ഞുകൊണ്ട് ഇത് മീൻ വെട്ടാലോ. പിന്നെ അത് മാത്രമല്ല, ഇത് വെട്ടി കറി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. പിന്നെ അമ്മച്ചി എല്ലാം പറയുന്നത് മേടിച്ചാൽ റെയിൻകോട്ടിൻ്റെ തൊപ്പി എടുത്ത് തലയിൽ വെച്ചതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തീരെ നിർത്തത്തില്ല, കയറടിയാകത്തെന്നും പറഞ്ഞ് ഓടിക്കും. ഞാൻ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുകയോ മഴ നന്നായിട്ടൊന്ന് ഉറച്ച് പെയ്തായിരുന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് നനയായിരുന്നെന്ന്. കാരണം ഇതൊരവസരമാണല്ലോ മഴ നനയാനുള്ളത്. ആദ്യമേ കാണുമ്പോൾ അങ്ങ് വെട്ടിയിട്ട് പീസ് പീസാക്കി അങ്ങ് മാറ്റി. പിന്നെ പൂമീനെ ആദ്യം കല്ലേ വെച്ച് പിച്ചാത്തിക്ക് കണ്ടിച്ച് മാല പോലെ ആക്കിയിട്ട് പിന്നെ കത്രിക്ക് ചുമ്മാ കട്ട് ചെയ്തെടുത്ത് സിമ്പിൾ. കാണുമ്പോൾ സിമ്പിളെന്ന് തോന്നുമെങ്കിലും ഞാൻ ഈ മീനും കൊണ്ട് എത്ര നേരം നിന്നാ മഴയത്ത്. അമ്മച്ചിയെ കാണുമായിരുന്നെങ്കിൽ ഇപ്പം എപ്പോഴും അടുപ്പേ കറി വെന്തേനെ. പിന്നെ അതെല്ലാം തേച്ച് കഴിയും എടുത്തുകൊണ്ട് കയറി. അപ്പം അമ്മച്ചി പറഞ്ഞ് കാണുമ്പോൾ ഇന്ന് കറി വെക്കാം, പൂമീൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേരി, ഇതെല്ലാം കൂടി ഇന്ന് എടുത്താൽ മുതലാവത്തില്ല, നല്ല വിലയായ മീനാന്ന്. അങ്ങനെ കാണുമ്പോൾ ചട്ടിയിലുമായി ഊണും കഴിഞ്ഞു. അന്നേരം ഓർത്ത കറി കാണിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഏട്ടോ ചട്ടിയുടെ ഒരു ഭാഗത്ത് ശൂന്യത കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഊണ് കുശാലായിരുന്നു.